ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യൂ SCERT ബേസിക് സയൻസിലെ 10ാമത്തെ ചാപ്റ്ററാണ്. വിണ്ണിലെ വിസ്മയങ്ങളും മണ്ണിലെ വിശേഷങ്ങളും. 9 ചാപ്റ്റേഴ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. കാണാത്തവർ കയറി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ ബേസിക് സയൻസും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതും കാണാത്തവർ കണ്ടു നോക്കുക. ഓക്കെ, ഇനി 11 ചാപ്റ്റേഴ്സാണുള്ളത്. ഒരു ചാപ്റ്റർ കൂടെ ആകുമ്പോഴത്തേക്കും 5th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് സോഷ്യൽ സയൻസ് ഫുള്ളായിട്ട് തീരും. അപ്പം കാണാത്തവർ തീർച്ചയായും കണ്ടു നോക്കുക. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോയാലോ. ആദ്യം തന്നെ രാത്രി കാഴ്ചകളെക്കുറിച്ചാണ് പറയുന്നത്. രാത്രിയിലെ ആകാശ കാഴ്ചകളെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, രാത്രിയിലെ ആകാശ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? രാത്രിയിലെ മനോഹരമായ ആകാശ കാഴ്ചകൾ പകൽ നമുക്ക് ദൃശ്യമാകാത്തത് എന്തുകൊണ്ടാണ്? സൂര്യൻ്റെ സാന്നിധ്യമാണിതിന് കാരണം. ഓക്കെ, ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നക്ഷത്രങ്ങൾ ചെറുതായി കാണപ്പെടുന്നത്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. ഓക്കെ, നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തുവിടുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളാണ് ഗാലക്സികൾ. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ഗാലക്സികൾ എന്ന് പറയുന്നത്. നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ടാണ്? നോക്കിയേ, നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? അപവർത്തനം കാരണമാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി സൂര്യനെ ചുറ്റുന്ന ആകാശഗോളങ്ങളെയും കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഭൂമി ഒരു ഗ്രഹമാണ്. എന്താണ് ഗ്രഹങ്ങൾ? സ്വയം കറങ്ങുന്നതും സൂര്യനെ വലംവയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാൻ കൊള്ളാം. എന്താണ്? സ്വയം കറങ്ങുകയും സൂര്യനെ വലംവയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. സ്വയം കറങ്ങുകയും സൂര്യനെ വലംവയ്ക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. ഓക്കെ, സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. ഓക്കെ, ഇനി സൂര്യനെ വലംവയ്ക്കുന്ന ഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്നും അപ്പോൾ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ആ കൊടുത്തിരിക്കുന്ന ടേബിളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്. മസ്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, സോളാർ സിസ്റ്റത്തിൽ നിന്നും ഇതെങ്കിലും നമ്മൾ നോക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പം ആദ്യം ബുധനെക്കുറിച്ചാണ് പറയുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. അപ്പം ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. അപ്പം ബുധനും നെപ്റ്റ്യൂണും നമ്മൾ പഠിച്ചേ. ഇനി അടുത്തത് ശുക്രൻ എന്ന് കേൾക്കുമ്പോഴേ നല്ലൊരു കാര്യമായിട്ടല്ലേ തോന്നുന്നത്? ശുക്രദശ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അപ്പം എന്താണ് ശുക്രൻ? പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ഓക്കെ, അപ്പം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ആരാണ്? ബുധനാണ്. ദൂരെയായിട്ട് സ്ഥിതി ചെയ്യുന്നവരാണ്? നെപ്റ്റ്യൂണാണ് നമ്മൾ ഏറ്റവും അവസാനം പറയുന്നത് സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സിനെ പറയുമ്പോൾ അല്ലേ? നെപ്റ്റ്യൂണിനെ ഏറ്റവും ലാസ്റ്റല്ലേ പറയുന്നത്. അപ്പം സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് ആരാണ്? നെപ്റ്റ്യൂൺ. അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആരാണ്? ബുധൻ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ്? ശുക്രനാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും നമുക്ക് ശുക്രനാന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഓക്കെ, ഇനി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമിയാണ്. ഇനി ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചൊവ്വയാണ്. വെച്ച് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ഏതാണ്? ചൊവ്വയാണ്. ഇനി ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഇനി വലുപ്പത്തിൽ 2ാം സ്ഥാനമുള്ളത് ആരാണ്? ശനിയാണ്. അപ്പം ആദ്യം വ്യാഴം കഴിഞ്ഞാലേ ശനി വരത്തുള്ളൂ. അപ്പം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴവും വലുപ്പത്തിൽ 2ാം സ്ഥാനം വരുന്നത് ശനിയുമാണ്. വ്യാഴവും ശനിയുമാണ് വലുപ്പത്തിൽ വലുത്. ഓക്കെ, ഇനി യുറാനസ്, ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് യുറാനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്? ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് യുറാനസ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഒന്ന് ഫൈനലൈസ് ചെയ്ത് പറയാം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ആരാണ്? ബുധനാണ്. ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് ആരാണ്? നെപ്റ്റ്യൂൺ. ഓക്കെ, പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ്? ശുക്രനാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും ശുക്രനാണ് പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത്. ഇനി ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഏതാണ്? ഭൂമിയാണ്. ചുവന്നത് ചൊവ്വ. വലുത് വ്യാഴം കഴിഞ്ഞ്
പിന്നെ വലുത് വരുന്നത് ശനിയാണ്. വ്യാഴം കഴിഞ്ഞ് ശനി, വലത് വ്യാഴം, അത് കഴിഞ്ഞ് വരുന്നത് ശനി. യുറാനസ് ആണെങ്കിലോ ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണ് യുറാനസ്. ഓക്കെ, അടുത്തത് സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. അപ്പം സൗരയൂഥം എന്തൊക്കെ ചേർന്നതാണ്? സൂര്യനെ ചുറ്റുന്ന 8 ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, വാൽനക്ഷത്രങ്ങൾ എന്നിവ ചേർന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. ഓക്കെ, സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏതാണ്? സൂര്യനാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് പറഞ്ഞത് ആരാണ്? കോപ്പർനിക്കസ് ആണ് അല്ലേ? കോപ്പർനിക്കസ് ആണ് പറഞ്ഞത് സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന്. എന്താണ് ഫുൾ നെയിം? എന്താണ്? നിക്കോളാസ് കോപ്പർനിക്കസ്. ഇദ്ദേഹം പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനായിരുന്നു. ഓക്കെ, സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. മിൽക്കി വേ ഗാലക്സി പറയത്തില്ലേ? മിൽക്കി വേ ഗാലക്സി. അപ്പം സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയെയാണ് എന്തെന്ന് പറയുന്നത്? മിൽക്കി വേ ഗാലക്സി. സൗരയൂഥം ഉൾപ്പെടുന്ന ക്ഷീരപഥത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ആകാശഗംഗ, മിൽക്കി വേ ഗാലക്സി എന്ന് പറയുന്നത്. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം, യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ നോക്കിയേ. സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അഥവാ ആകാശഗംഗ. ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഇത്തരത്തിൽ കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം അഥവാ യൂണിവേഴ്സ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ഇനി വാൽനക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ. കോമറ്റ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ അല്ലെങ്കിൽ കോമറ്റ്സ്. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. അപ്പം വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. അതുകൊണ്ടാണ് വാൽനക്ഷത്രം എന്ന് പറയുന്നത്. ഓക്കെ, സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. ഒന്നുകൂടെ നോക്കിയേ. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ അഥവാ ധൂമകേതുക്കൾ, കോമറ്റ്സ്. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപപ്പെടുന്നത്. സൂര്യനോടടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നു. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. അടുത്തത് ക്ഷുദ്രഗ്രഹങ്ങൾ. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. എന്താണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി കാണപ്പെടുന്ന ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ. ഓക്കെ, അതിനെന്തെന്ന് പറയും? ആസ്ട്രോയിഡ് എന്നും പറയും. ഓക്കെ, ശിലാകഷ്ണങ്ങളാണ് ആസ്ട്രോയിഡ്, ക്ഷുദ്രഗ്രഹങ്ങൾ. അടുത്തത് കുള്ളൻ ഗ്രഹങ്ങൾ. സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളെയാണ് കുള്ളൻ ഗ്രഹങ്ങൾ അഥവാ ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹത്തിനേക്കാൾ ചെറുതായിരിക്കും, ഗോളാകൃതിയിലുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ, ഡ്വാർഫ് പ്ലാനറ്റ്. പ്ലൂട്ടോയെ ഡ്വാർഫ് പ്ലാനറ്റിൽ പെടുത്തിയിട്ടുണ്ട് അല്ലേ? പ്ലൂട്ടോയെ. ഓക്കെ, ഉൽക്കകൾ. ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ അഥവാ മീറ്റിയോഴ്സ്. എന്താണ്? ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ അഥവാ മീറ്റിയോഴ്സ്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡുകൾ കൊണ്ടിവ കത്തിത്തീരുന്നു. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്ന് അറിയപ്പെടുന്നു. എന്താണ്? ഉൽക്കകൾ എന്തെന്നറിയപ്പെടും? കൊള്ളിമീനുകൾ എന്ന് പ്രാദേശികമായി അറിയപ്പെടും. ഇപ്പം ക്ഷുദ്രഗ്രഹത്തിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗം പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ അഥവാ മീറ്റിയോഴ്സ്. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്ന തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നു. ഏതാനും സെക്കൻഡ് കൊണ്ട് തന്നെ ഇവ കത്തിത്തീരുന്നു. ഇവയെ പ്രാദേശികമായി എന്തെന്ന് പറയും? കൊള്ളിമീനുകൾ എന്ന് പറയും. കൊള്ളിമീനുകൾ. ഇനി ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ. എന്താണ്? സാറ്റലൈറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് സാറ്റലൈറ്റ്സ്. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇനി നക്ഷത്രമാസത്തെക്കുറിച്ച് പറയുന്നു. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം. എന്താണ് ഒരു നക്ഷത്രമാസം? ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലം വയ്ക്കാൻ ഏകദേശം 27.3 ദിവസം വേണ്ടി വരുന്നു. ഇതാണ് ഒരു നക്ഷത്രമാസം അഥവാ സിഡറൽ മന്ത്. ഓക്കെ,
അടുത്ത നോക്കിയേ, സൗരയൂഥത്തിൻ്റെ ചിത്രത്തിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരപാത നിരീക്ഷിക്കൂ. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അവയുടെ ഭ്രമണപഥം. ഓർബിറ്റിനെ കുറിച്ച് പറയുകയാണ്. എന്താണ്? സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് ഭ്രമണപഥം അഥവാ ഓർബിറ്റ്. ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നത്. ഗ്രഹങ്ങൾ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. അപ്പം ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് എന്താണ്? ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു. ഓക്കെ, സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇനി ഭൂമിയെക്കുറിച്ച് പറയുകയാണ്. സുനിത വില്യംസിൻ്റെ ഒരു കോട്ടിങ്ങാണ് കൊടുത്തിരിക്കുന്നത്. ഭൂമിയെ ഏറെ മനോഹരവും ആശ്ചര്യജനകവുമായി തോന്നി. ബഹിരാകാശ നിലയത്തിൻ്റെ ജനാലയിലൂടെ മണിക്കൂറുകളോളം ഞങ്ങൾക്ക് നോക്കിക്കാണാനായി. ഭൂമിയുടെ ഗോളാകൃതി ഞങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഓക്കെ, ഇനി ബഹിരാകാശം എന്താണ്? ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. ഒരു ജ്യോതിർഗോളത്തിൻ്റെ അന്തരീക്ഷ പരിധിക്കും അപ്പുറമുള്ള മേഖലയാണ് ബഹിരാകാശം. വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളായ പഠനങ്ങൾക്കും പര്യവേഷണത്തിനുമായി ബഹിരാകാശത്തേക്ക് വിദഗ്ധരെ അയക്കാറുണ്ട്. ഓക്കെ, ഇനി സൗരയൂഥത്തിൽ ജീവൻ നിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിക്ക് സവിശേഷമായ ഒരു ഗോളാകൃതിയാണുള്ളത്. ധ്രുവങ്ങൾ അല്പം പരന്നതും ഭൂമധ്യ രേഖാഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണിതിന്. ഈ ആകൃതിക്ക് എന്താണ് പറയുന്നത്? ജിയോയിഡ് എന്നാണ് പറയുന്നത്. ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ഓക്കെ, ഭാരതീയ ശാസ്ത്രജ്ഞനായ ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും വിശ്വസിച്ചിരുന്നു. ഗ്രീക്ക് തത്വചിന്തകരായ തെയിൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ എന്നിവരും ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന് വിശ്വസിച്ചിരുന്നവരാണ്. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ എന്താണ് വിശ്വസിച്ചിരുന്നത്? ഗോളാകൃതി എന്നാണ് വിശ്വസിച്ചിരുന്നത്. പിൽക്കാലത്ത് മഗല്ലൻ എന്ന നാവികൻ്റെ ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്ര ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചു. ഇനി ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോഴുള്ള ഭൂമിയുടെ പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ? ബഹിരാകാശത്ത് നിന്ന് എടുത്ത ഭൂമിയുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ചിത്രങ്ങളിൽ ഭൂമി ഒരു നീലഗോളമായല്ലേ കാണപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ? ഭൂമിയുടെ മാതൃകയായ ഗ്ലോബിൽ ഏത് നിറമാണ് കൂടുതൽ കാണപ്പെടുന്നത്? അതിനകത്ത് നീലയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അല്ലേ? ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ ഏകദേശം 71% ജലമായതിനാലാണ് ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണപ്പെടുന്നത്. അപ്പം ഭൂമിയുടെ എത്ര ശതമാനമാണ് ജലം? 71% ജലമാണ്. അതുകൊണ്ടാണ് ഭൂമി എന്തായിട്ട് കാണപ്പെടുന്നത്? നീല നിറമായിട്ട് കാണപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷമാണ് ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു സവിശേഷത. ഓക്കെ, ഭൂമിയെ ആവരണം ചെയ്യാനിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം. ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിൽ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായക പങ്കുവഹിക്കുന്നു. ഓക്കെ, ഇനി ഒരു കുട്ടിയും അതിൻ്റെ പേരൻസുമായിട്ടുള്ള സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്. അവർ കാനഡയിലും കുട്ടി വീഡിയോ കോളിലൂടെ അവരുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പം 2 സ്ഥലത്തും, ഒരിടത്ത് പകലും ഒരിടത്ത് രാത്രിയുമാണ്. അപ്പം അത് എന്തുകൊണ്ടെന്നാണ് പറയുന്നത്? ഭൂമിക്ക് ഗോളാകൃതി ആയതിനാൽ ഭൂമിയുടെ ഒരു പകുതിയിൽ മാത്രമേ ഒരു സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നുള്ളൂ. മറ്റേ പകുതിയിൽ ഇരുട്ടാണ് അനുഭവപ്പെടുന്നത്. സൂര്യന് അഭിമുഖമായി വരുന്ന ഭൂമിയുടെ ഭാഗത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ അവിടെ പകൽ അനുഭവപ്പെടുന്നു. മറുഭാഗത്ത് സൂര്യപ്രകാശം എത്താത്തതിനാൽ രാത്രിയായിരിക്കും. ഇത്തരത്തിൽ ഭൂമിയിൽ രാത്രിയും പകലും മാറി മാറി അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഓക്കെ, അപ്പം രാത്രിയും പകലും അനുഭവപ്പെടുന്നത് എന്ത് മൂലമാണ്? ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണമെന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ? ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെ ഭ്രമണമെന്ന് പറയുന്നു. അത് കാരണമായിട്ടാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതിനാലാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഇതാണ് ഒരു ദിവസം. ഓക്കെ, നമ്മൾ പറയുന്ന 24 മണിക്കൂർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഈ സമയത്തിനെയാണ് നമ്മൾ 24 മണിക്കൂർ എന്ന് റൗണ്ട് ചെയ്ത് പറയുന്നത്. ഇതാണ് ഒരു ദിവസം.
ഭ്രമണം ചെയ്യുന്നതോടൊപ്പം ഭൂമി നിശ്ചിത സഞ്ചാരപഥത്തിലൂടെ സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഇതാണ് പരിക്രമണം. അപ്പം ഭ്രമണം സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം തന്നെ നിശ്ചിത സഞ്ചാരപാതയിലൂടെ ഭൂമി എന്ത് ചെയ്യുന്നു? സൂര്യനെയും ചുറ്റുന്നുണ്ട്. അപ്പം ഇതിനെയാണെന്ന് പറയുന്നത് റവല്യൂഷൻ, പരിക്രമണം എന്ന് പറയുന്നത്. ഒരു തവണ സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ ഭൂമിക്ക് 365 1/4 ദിവസം വേണം. ഓക്കെ, ഇതിനെ ഭൂമിയെ ഒരു വർഷമായി കണക്കാക്കുന്നു. അപ്പം ഒരു വർഷം എടുത്ത് ചെയ്യുന്ന എന്താണ്? പരിക്രമണമാണ്. ഒരു ദിവസം ഉണ്ടാകുന്നത് ഭ്രമണം മൂലവുമാണ്. ഓക്കെ, ഇതിനെ ഒരു വർഷമായി കണക്കാക്കുന്നു. ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ ഫലമായാണ് വ്യത്യസ്ത ഋതുക്കൾ അഥവാ സീസൺസ് അനുഭവപ്പെടുന്നത്. അപ്പം രാത്രിയും പകലും അനുഭവപ്പെടുന്നത് എന്തുമൂലം? ഭ്രമണം മൂലവും. വ്യത്യസ്ത സീസൺ അഥവാ ഋതുക്കൾ അനുഭവപ്പെടുന്നത് എന്തുമൂലവുമാണ്? റവല്യൂഷൻ മൂലമാണ്, പരിക്രമണം മൂലവുമാണ്. ഓക്കെ, ഇനി മുത്തശ്ശി കുട്ടികൾക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുവാണേ. അപ്പം ഓരോ മാസത്തെയും കാര്യങ്ങൾ, മുത്തശ്ശിയുടെ കുട്ടിക്കാലത്തുണ്ടായ കാര്യങ്ങൾ ഒരു കഥ പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ പുത്തനുടുപ്പിനെ നനയിക്കുന്ന ഇടവപ്പാതി മഴ. ഏകദേശം 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ മഴ കർക്കിടകം കഴിയുന്നതോടെ ശമിച്ചു തുടങ്ങും. പിന്നെ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും മാസമായ ചിങ്ങമാസത്തിൻ്റെ കടന്നുവരവാണ്. ഈ സമയം പ്രകൃതി പൂത്തുലഞ്ഞ് ഓണത്തെ വരവേൽക്കുന്ന കാഴ്ച എത്ര മനോഹരമാണെന്നോ. തുടർന്ന് കന്നിച്ചൂടിന് ആശ്വാസം പകർന്ന് തുലാവർഷം എത്തുന്നു. വൃശ്ചികം ധനു മാസങ്ങൾ പ്രകൃതിയെ തണുപ്പിക്കും. മകരമാസത്തിൽ ചില വൃക്ഷങ്ങൾ ഇല പൊഴിഞ്ഞു നിൽക്കുന്നത് കാണാം. കുംഭം മീനം മേടം മാസങ്ങളിൽ അതിശക്തമായ ചൂടുകൊണ്ട് മിക്കവാറും ജലാശയങ്ങൾ വറ്റിവരളും. തൊടിയിൽ കായ്ച്ചു നിൽക്കുന്ന മാവും പ്ലാവും പ്രകൃതിയെ ആ സമയത്ത് മനോഹരമാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരു വർഷം മൊത്തം നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾ മുത്തശ്ശിക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ മാസം അറിഞ്ഞുകൂടാത്തവർക്ക് മാസം പഠിക്കാനും ഹെൽപ്ഫുള്ളായിരിക്കും ഇത്, മലയാള മാസം. ഓക്കെ, ഇപ്പം മുത്തശ്ശിയുടെ അനുഭവം വായിച്ചല്ലോ. കുട്ടിക്കാലം മുതൽ തൻ്റെ ചുറ്റുപാടും ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് മുത്തശ്ശിയുടെ പ്രതിപാദിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ്? മഴയും വരൾച്ചയും ഒക്കെ ഉണ്ടല്ലേ. ഇനി കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ പ്രദേശത്ത് ഈ കാലങ്ങളെല്ലാം അനുഭവപ്പെടാറുണ്ടോ എന്നൊക്കെ കുട്ടികൾക്ക് ചോദിച്ചിരിക്കുകയാണ്. വേനൽക്കാലത്ത് എന്ത് പറ്റുന്നു? ജലാശയങ്ങൾ പറ്റുന്നു. മഴക്കാലത്താണെങ്കിൽ പുഴകൾ നിറഞ്ഞൊഴുകുന്നു. മഞ്ഞുകാലത്താണെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു. ഓക്കെ, കേരളത്തിൽ വിവിധ കാലങ്ങൾ ഇത്തരത്തിലാണ് അനുഭവപ്പെടുന്നതെങ്കിലും ഭൂമിയുടെ മറ്റ് പ്രദേശങ്ങളിൽ ഈ കാലങ്ങൾ വ്യത്യസ്തമായാണ് അനുഭവപ്പെടുന്നത്. ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇത്തരത്തിലുള്ള ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. എന്താണ്? ഓരോ പ്രദേശത്തും ഓരോ കാലാവസ്ഥ അനുഭവപ്പെടാനുള്ള കാര്യം എന്താണ്? ഭൂമിയുടെ പരിക്രമണവും ഭൂമിയിൽ ലഭിക്കുന്ന സൗരോർജ്ജത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഋതുഭേദങ്ങൾക്ക് കാരണം, സീസണൽ ചേഞ്ചസിന് കാരണമാകുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് അന്തരീക്ഷ സ്ഥിതിയിലും പ്രകൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, ഇനി ടേബിൾ കൊടുത്തിട്ട് ഡിഫറൻസ് എഴുതാൻ പറഞ്ഞേക്കുവാണ്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന എന്താണ്? ഭ്രമണം. സൂര്യനെ വലം വയ്ക്കുന്നതിന് എന്താണെന്ന് പറയും? പരിക്രമണം എന്ന് പറയും. പരിക്രമണം മൂലം ഋതുക്കൾ ഉണ്ടാകുന്നു. ഭ്രമണം മൂലം രാത്രിയും പകലും ഉണ്ടാകുന്നു, ഒരു ദിവസം ഉണ്ടാകുന്നു. ഓക്കെ, ഇനി ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്ന് പറയുന്നത്? ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷാവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. നിശ്ചിത സമയത്തെ അന്തരീക്ഷ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്ന ഒരു ചെറിയ കാലയളവിൽ അനുഭവപ്പെടുന്നതാണ് അല്ലേ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. എന്നാൽ ക്ലൈമറ്റ്, കാലാവസ്ഥ എന്ന് പറയുന്നത് ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ഒരു സ്ഥലം എടുക്കുമ്പോൾ അവിടെ കുറേ നാളായിട്ട് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ആവറേജാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്, കാലാവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്തുവാ? കുറച്ച് ചിലപ്പോൾ നമ്മൾ വാർത്തയിലൊക്കെ കേട്ടില്ലേ ഡെയിലി വെതറിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഡെയിലി അല്ലെങ്കിൽ കുറച്ച് സമയത്ത്, നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ എന്താണ്? ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നു. ഓക്കെ, ഇനി SK പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നടന്ന കൃതിയിൽ നിന്നെടുത്തിരിക്കുന്ന കുറച്ച് ലൈൻസാണ് കൊടുത്തിരിക്കുന്നത്. ഉറച്ച് കട്ടിയായി തീർന്ന തടാകങ്ങളുടെ മാറിലൂടെ ബസ്സും ലോറിയും കാറും ഓടിത്തുടങ്ങും. സ്റ്റിയറിംഗ്, സ്കേറ്റിംഗ് തുടങ്ങി വിൻ്റർ സ്പോർട്ടുകളുടെ ബഹളങ്ങളായിരിക്കും ഓരോ മൂലയും. വർഷത്തിൽ അധികകാലവും മഞ്ഞുമൂടി കിടക്കുന്നതുകൊണ്ട് റോഡുകൾ ഉറപ്പിലും ഭംഗിയിലും നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടും പണച്ചെലവുമുണ്ട്. ലാത്തിയുടെ ശരിയായ അഴക് കാണണമെങ്കിൽ ഹേമന്തകാലത്ത് ഇവിടെ വരണമെന്ന് ഖായ പറഞ്ഞു. അന്ന് നിലമെല്ലാം ധവളാഭമായ ഹിമത്താൽ മൂടിയിരിക്കും. മരങ്ങളെല്ലാം വെള്ളക്കടലാസ് തോരണങ്ങൾ പോലെ നിലകൊണ്ടിട്ടുണ്ടാകും. ഹിമത്തിൽ കളിക്കാൻ കുട്ടികൾക്ക് എന്ത് ഉത്സാഹമാണെന്നോ. ഏതാണ്ട് 6 മാസക്കാലം നീണ്ട രാത്രികൾ തന്നെ. പകൽ വെളിച്ചം കൂടിയാൽ 1-2 മണിക്കൂറുണ്ടാകും. നിലം നീളെ മൂടിക്കിടക്കുന്ന ഹിമത്തിൻ്റെ ദാവള്യവും ആകാശത്തിൻ്റെ വെളിച്ചവും കൂടിക്കലർന്ന് നേരിയ നിലാവ് പരന്നതുപോലെ തോന്നും. ഓക്കെ, എന്താണ്?
പ്രശസ്ത സാഹിത്യകാരനായ എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന കൃതിയിൽ മഞ്ഞുമൂടിയ പ്രദേശത്തെ ജനജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് നോർവേ. ഏതാണ് പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? നോർവേ ആണ്. നോർവേ യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ് നോർവേ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നോർവേ സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിൻ്റെ വടക്ക് ഭാഗത്താണ്. വർഷത്തിൽ അധികകാലവും മഞ്ഞു മൂടിക്കിടക്കുന്ന നോർവേയുടെ ഏറ്റവും വടക്കുള്ള പ്രദേശങ്ങളിൽ 6 മാസത്തോളം തുടർച്ചയായ പകലും 6 മാസത്തോളം തുടർച്ചയായ രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, ജനവാസം കുറവുള്ള മഞ്ഞു മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്തെ ജനജീവിതം ചുറ്റിപ്പടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തൂകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. എന്താണ്? തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകളും രോമനിർമ്മിതമായ വസ്ത്രങ്ങളുമാണ് ഇവിടുത്തെ ജനങ്ങൾ ധരിക്കുന്നത്. ഇവിടുത്തെ തദ്ദേശീയരായ ഇനിയൂട്ട് വളർത്തു നായകൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പം അവിടുത്തെ തദ്ദേശീയർ എന്തെന്നാണ് പറയുന്നത്? ഇനിയൂട്ട് എന്നാണ് പറയുന്നത്. ഇനിയൂട്ട് സ്ലഡ്ജിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുന്നതുണ്ടോ? നമ്മൾ സഞ്ചാരമൊക്കെ കാണുന്നവർക്കാണെങ്കിൽ അറിയാം. ഇവിടെ തദ്ദേശീയരായ ഇനിയൂട്ട് വളർത്തു നായകൾ വലിക്കുന്ന പരന്ന സ്ലഡ്ജുകളിൽ സഞ്ചരിക്കുന്നത് സാധാരണ കാഴ്ചയാണ്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ വാസസ്ഥലമായ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അപ്പം ഇവരെ വാസസ്ഥലം എന്താണ് പറയുന്നത്? ഇഗ്ലു. അവരെന്താണ് പറയുന്നത്? ഇനിയൂട്ട്. പോകുന്ന വണ്ടിക്ക് എന്താണ് പറയുന്നത്? നായകൾ വലിക്കുന്ന വണ്ടിക്ക് എന്താണ് പറയുന്നത്? സ്ലഡ്ജ്. ഓക്കെ, അപ്പം ഈ ശൈത്യകാലത്ത് ഇവർ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് ഇവിടുത്തെ മുഖ്യ സസ്യവർഗ്ഗങ്ങൾ. അപ്പം ഇവിടുത്തെ സസ്യവർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? പന്നലും പായലും. തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി തുടങ്ങിയവയാണ് പ്രധാന ജന്തുവർഗ്ഗങ്ങൾ. അപ്പോൾ ഈ ഭാഗത്തെ പ്രധാന ജന്തുവർഗ്ഗങ്ങൾ ആരൊക്കെയാണ്? തിമിംഗലം, മത്സ്യങ്ങൾ, ഹിമമൂങ്ങ, സീൽ, ഹിമക്കരടി. ഓക്കെ, വേട്ടയാടലും മത്സ്യബന്ധനവുമാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം. ഓക്കെ, ഇനി ഇഗ്ലൂവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന തദ്ദേശീയ ജനവിഭാഗമാണ് ഇനിയൂട്ട് അഥവാ എസ്കിമോകൾ. അപ്പോൾ ഇനിയൂട്ട് അല്ലെങ്കിൽ എസ്കിമോകൾ എന്ന് പറയും. ഇവർ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇഗ്ലൂ. ഓക്കെ, ഈ മരുഭൂമി കൊടുത്തിരിക്കുന്നത് ധ്രുവപ്രദേശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഭൂവിഭാഗമാണ് ഉഷ്ണമരുഭൂമികൾ. വിശാലമായ മണൽപ്പരപ്പുകളും മണൽക്കൂനകളും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇവിടെ പകൽ താപം വളരെ കൂടുതലും രാത്രി താപം വളരെ കുറവുമാണ്. അപ്പം മരുഭൂമിയുടെ പ്രത്യേകത എന്താണ്? പകൽ താപം വളരെ കൂടുതലും രാത്രിയിലാകുമ്പം വളരെ കുറവുമാണ് താപം. മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. എന്താണ്? മഴ തീരെ കുറവായ ഈ പ്രദേശങ്ങളിൽ ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്നു. ഈ പ്രദേശങ്ങളിൽ ജനവാസം തീരെ കുറവാണ്. ഉഷ്ണമരുഭൂമികളിൽ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന ജീവിത രീതിയാണുള്ളത്. തുടർച്ചയായ വരൾച്ചയും മണൽക്കാറ്റുകളും മരുഭൂമികളുടെ മറ്റ് സവിശേഷതകളാണ്. അയഞ്ഞ വസ്ത്രങ്ങളും മുഖം മറയ്ക്കുന്ന ശിരോവസ്ത്രവും മരുഭൂമി നിവാസികളുടെ വസ്ത്രധാരണത്തിലെ പ്രത്യേകതകളാണ്. സഞ്ചാരത്തിനും ചരക്ക് നീക്കത്തിനും ഒട്ടകത്തെ ഉപയോഗിക്കുന്നത് മരുഭൂമിയിലെ സാധാരണ കാഴ്ചയാണ്. ഓക്കെ, ഒരു ടേബിൾ കൊടുത്തിരിക്കുന്നു കുട്ടികൾക്ക് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത്തരം പ്രത്യേകതകളുള്ള പ്രദേശങ്ങളിൽ കാലാവസ്ഥയ്ക്കിണങ്ങുന്ന വേറിട്ട ജീവിത രീതിയാണുള്ളത്. ധ്രുവപ്രദേശങ്ങളിലെയും മരുപ്രദേശങ്ങളിലെയും ഭൗതിക വൈവിധ്യങ്ങൾ അവിടുത്തെ ജനജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്ന് നാം ചർച്ച ചെയ്തല്ലോ. ഒരു പ്രദേശത്തെ കൃഷി, തൊഴിൽ, ആഹാരം, വസ്ത്രധാരണ രീതി, വീട് നിർമ്മാണം, ആഘോഷങ്ങൾ തുടങ്ങിയവയെല്ലാം അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യരുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ഫലമായി ലോകമെമ്പാടും ഇന്ന് കാലാവസ്ഥയിൽ ഗണ്യമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ഇനി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഗ്ലാസ്ഗോയിൽ നടന്ന, അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥാ സമ്മേളനത്തിൽ ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്ന 2001 ഒക്ടോബർ 31 ഗ്ലാസ്ഗോയിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ സമ്മേളനത്തിൽ കെനിയയിൽ നിന്ന് വന്ന ഒരു കുട്ടി അവിടെ പ്രസംഗിച്ച കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ കെനിയയിൽ നിന്നാണ് വരുന്നത്. അവിടെ 20 കോടി ജനങ്ങൾ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. കൊടും വരൾച്ചയാണ് അവിടെ. 2 വർഷമായി ഞങ്ങൾക്ക് മഴ കിട്ടിയിട്ട്. 3-ാം വർഷവും അങ്ങനെ തന്നെയാകും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഞങ്ങൾക്ക് മഴയില്ല, പുഴകളെല്ലാം വറ്റി, താപതരംഗങ്ങൾ വീശിയടിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ദയവായി ഒന്ന് തുറക്കൂ. ഞങ്ങളുടെ വിളകൾ മുഴുവൻ കരിഞ്ഞുണങ്ങി, മൃഗങ്ങളും മനുഷ്യരും മരിച്ചു വീഴുകയാണ്. ഇങ്ങനെ പോയാൽ 2025ഓടെ ഞങ്ങളിൽ പകുതി പേരും ഇല്ലാതാകും.
ഈ സമ്മേളനത്തിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്ക് മഴ തിരിച്ചു തരുമോ എന്ന് തീരുമാനിക്കുക. ഞങ്ങളുടെ കൂട്ടുകാരായ കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവും ലഭിക്കുമോ എന്ന് തീരുമാനിക്കുക. ദയവായി നിങ്ങൾ ഹൃദയമൊന്ന് തുറക്കൂ. ഇത് കഷ്ടമാണ് അല്ലേ? അപ്പം 2021 ഒക്ടോബർ 31 ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലാസ്ഗോ കാലാവസ്ഥാ സമ്മേളനത്തിൽ വെച്ച് കെനിയയിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ എലിസബത്ത് വത്റ്റി ലോക നേതാക്കളോട് നടത്തിയ അഭ്യർത്ഥനയാണ് നിങ്ങൾ വായിച്ചത്. അപ്പം ഇത് വേണമെങ്കിൽ ചോദിക്കാമെന്നാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 2021 സമ്മേളനം എവിടെ വെച്ചായിരുന്നു? കാലാവസ്ഥാ സമ്മേളനം എവിടെ വെച്ചായിരുന്നു നടന്നത്? ഗ്ലാസ്ഗോയിൽ വെച്ചാണ് നടന്നത്. ഗ്ലാസ്ഗോ. ഓക്കെ. ഒരു പ്രദേശത്തിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ആ പ്രദേശത്തെ അന്തരീക്ഷസ്ഥിതി. അന്തരീക്ഷത്തിൻ്റെ താപനിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. അപ്പം എന്താണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്? അന്തരീക്ഷത്തിൻ്റെ താപനിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കാലാവസ്ഥാ വ്യതിയാനമായി കണക്കാക്കുന്നത്. കാലാവസ്ഥാ മാറ്റം ഭൂമിയിൽ സാവധാനത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. കാലാവസ്ഥയിൽ നേരിയ തോതിലുണ്ടാകുന്ന മാറ്റങ്ങൾ പോലും പ്രകൃതിയെ സാരമായി ബാധിക്കുന്നു. ഓക്കെ. ഇനി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ? ആഗോള താപനില ഉയരുന്നു, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളും, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൾ എന്നിവയൊക്കെ എന്താണ്? കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കാം. നോക്കിയേ. ആഗോള താപനില ഉയരുന്നു, സമുദ്രനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങളും, കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളും, വരൾച്ച, ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകൾ. ഓക്കെ. അനിയന്ത്രിതമായ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗവും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനവും ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു. നോക്കിയേ. കണ്ടോ? വർദ്ധിച്ച വാഹനങ്ങളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന പുക, അന്തരീക്ഷ മലിനീകരണം, വനനശീകരണം, പ്ലാസ്റ്റിക്കൊക്കെ ഡംപ് ചെയ്ത് കത്തിക്കുന്നു. അതേപോലെ തന്നെ ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരുന്ന മലിനീകരണം, പിന്നെ കെമിക്കൽസ് ഒരുപാടായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. കണ്ടോ? മനുഷ്യരുടെ അശാസ്ത്രീയമായ പല പ്രവർത്തനങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ചിത്രത്തിൽ നോക്കി അതൊക്കെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കുട്ടികളടുത്തെ. കാലാവസ്ഥാ വ്യതിയാനം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും പല വിധത്തിൽ ബാധിക്കുന്നുണ്ട്. പല ജീവജാലങ്ങളുടെയും വംശനാശത്തിനും ഇത് കാരണമാകുന്നുണ്ട്. പലപ്പോഴും കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾക്ക് പോലും കാരണമാകാറുണ്ട്. ഓക്കെ. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുമായിട്ട് കേരള സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. ഇതിലുദാഹരണമാണ് ഹരിത കേരള മിഷൻ. ഓക്കെ. എന്താണ് ഹരിത കേരള മിഷൻ? മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകളിൽ ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരളം മിഷൻ. ക്വസ്റ്റ്യൻസ് ചോദിച്ചതാണ്. എന്തൊക്കെയാണ് ഹരിത കേരളം മിഷൻ്റെ മേഖലകൾ? ഏതൊക്കെയാണ്? മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി. ഇതൊക്കെയാണ് മണ്ണ്, ജലസംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി. ഓക്കെ. ഹരിതകർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയ ഹരിത കേരള മിഷൻ്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. എന്തൊക്കെയാണ് ഹരിത കേരള മിഷൻ്റെ പദ്ധതികൾ? ഏതൊക്കെയാണ്? കർമ്മസേനയും പച്ചത്തുരുത്തും. ഓക്കെ. നാം അധിവസിക്കുന്ന മനോഹരമായ ഭൂമിയും അതിലെ വിഭവങ്ങളും വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതിനാൽ ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കരുതലോടെ ഉപയോഗിക്കാൻ നാം ബാധ്യസ്ഥരാണ്. പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം എന്ന വൻ വിപത്തിനെതിരെ നമുക്ക് ഒന്നിച്ചു പോരാടാം. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ ആരംഭിക്കാം. ഓക്കെ. എങ്ങനെയാണ്? അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുക, വനനശീകരണം തടയുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജൈവ വള ഉപയോഗം വർദ്ധിപ്പിക്കുക. ഓക്കെ. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. ഓക്കെ. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്റർ. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പം 1-2 തവണ നിങ്ങൾ റിപ്പീറ്റ് അടിച്ച് കേട്ട് നോക്കുക. കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഫാക്ട്സ് ആണുള്ളത്. എന്നാൽ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യാം. 5ാം ക്ലാസ്സാണെന്ന് പറഞ്ഞ് നമ്മൾ സിമ്പിളായിട്ട് വിടണ്ട. ഓക്കെ. അപ്പം ഇനി ഒരു ചാപ്റ്ററും കൂടെ ഉള്ളൂ. അതും കൂടെ ആകുമ്പോഴത്തേക്കും 5th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പം കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓരോ ക്ലാസ്സുകളായിട്ട് ഓരോ ദിവസം കണ്ടുപോകുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ PYQ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. റീസെൻ്റായിട്ട് 2025 PSC നടത്തിയ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഒരു ദിവസം ഒരു PYQ എങ്കിലും വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് കമ്പൈനായിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റഡി പോലെ കമ്പൈനായിട്ട് നമുക്ക് പഠിച്ച് വർക്കൗട്ട് ചെയ്ത് പോകാം. ഓക്കെ. അപ്പം കണക്റ്റഡ് ഫാക്ട്സും കൂടെ പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഉപകാരമാകും. സമയനഷ്ടം ഉണ്ടാവില്ല. നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കുക.
ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം പുതിയ പുതിയ വീഡിയോകളായിട്ടും ഓരോ ദിവസം വരാം. താങ്ക് യു ഓൾ.